നമ്മളിനി നോക്കാൻ പോകുന്നത് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണേ. ഓവറോൾ പ്രോഫിറ്റബിലിറ്റി നമ്മുടെ കമ്പനിയുടെ മൊത്തത്തിലുള്ള പ്രോഫിറ്റബിലിറ്റി നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ എന്തായാലും നോക്കിയിട്ടുണ്ടായിരുന്നു ആദ്യമേ തന്നെ ഓവറോൾ ആയിട്ട് നോക്കിയപ്പോൾ എത്ര റേഷ്യോസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ഏർണിംഗ് പെർ ഷെയർ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ, ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്, പിന്നെ അതുകൂടാതെ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഇത്രയാണ് നമ്മളുടെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, net profit after interest and tax divided by shareholders funds divided by shareholders fund into 100. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇത് നമുക്കിതിൻ്റെ രണ്ട് ഐറ്റംസും അറിയാം. ഈ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, ബാങ്ക് ലോൺ, അതിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് കുറച്ചിട്ടുള്ള നെറ്റ് പ്രോഫിറ്റാണ്. മാത്രമല്ല ടാക്സും പേ ചെയ്തിട്ടോ നമ്മുടെ ഇൻകം ടാക്സും പേ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നെറ്റ് പ്രോഫിറ്റാണ് ന്യൂമറേറ്ററിൽ എടുക്കേണ്ടത്. അതാണ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനകത്ത് നമ്മളെ ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, മണി റിസീവ്ഡ് അഗെയിൻ ഷെയർ വാറൻറ്റ്, മണി റിസീവ്ഡ് അഗെയിൻ ഷെയർ വാറൻറ്റ്, പിന്നെ ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്, ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനകത്ത് വരുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് ഇതാണ്. ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ നമുക്കറിയാം, അതിനകത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും വരും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും വരും. പിന്നെ അതുകൂടാതെ റിസർവ്സ് ആൻഡ് സർപ്ലസ് നമ്മൾ പ്രീവിയസ് ഇയേഴ്സിലെ പ്രോഫിറ്റ് നമ്മൾ റിസർവ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വർഷത്തെ പ്രോഫിറ്റ് എല്ലാം നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരും. പിന്നെ മണി റിസീവ്ഡ് അഗെയിൻ ഷെയർ വാറൻറ്റ്, ഷെയർ ഗ്യാരണ്ടി ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ എവിടെന്നെങ്കിലും എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് മണി റിസീവ്ഡ് അഗെയിൻ ഷെയർ വാറൻറ്റ്. ഇനി ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ മണി ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട്, ബട്ട് അതിന് ഷെയർസ് ഇതുവരെ അലോട്ട് ചെയ്തിട്ടില്ല. ആ വാങ്ങിച്ചു വെച്ച എമൗണ്ടിന് ഇതുവരെ ഷെയർസ് അലോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളതും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനകത്ത് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. അതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനകത്ത് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ ഈ ഐറ്റംസ് ഇത്രയും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനകത്ത് വരും. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇപ്പോൾ നമ്മൾ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും എല്ലാം കൂടെ ചേർന്നതാണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമായിട്ട് എന്താ കിട്ടാൻ പോകുന്നത് റിട്ടേൺ ആയിട്ട്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ്, ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ
interest, tax and preference dividend. Divided by equity share capital into 100. Into 100. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ലെസ് ചെയ്യും. അതായത് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്, അതുപോലെ ഡിബഞ്ചേഴ്സ്, അതിൻ്റെ എല്ലാ ഇൻട്രസ്റ്റ് നമ്മൾ ലെസ് ചെയ്യും. നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ഫിനാൻസിൻ്റെയും, അതായത് ലോങ് ടേം ലോൺസിൻ്റെ എല്ലാ ഇൻട്രസ്റ്റ് നമ്മൾ കുറയ്ക്കും. നമ്മുടെ ഇൻകം ടാക്സ് അടച്ചിട്ടുള്ളത് കുറയ്ക്കും. പിന്നെ പ്രിഫറൻസ് ഡിവിഡൻഡ് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റും. ഇത്രയും മാറ്റിയതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ന്യൂമറേറ്ററായിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഡിനോമിനേറ്ററിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി ഇവിടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് എത്ര റിട്ടേൺസ് കിട്ടുന്നു എന്ന് നമുക്കറിയാം. ദെൻ പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടി മൾട്ടിപ്ലൈഡ് ബൈ 100 ചെയ്യും. അതത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ അടുത്തതാണ് നമുക്ക് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ഇവിടെ നമുക്ക് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിന് വേറൊരു പേര് പറയും, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആൻഡ് ഡിവിഡൻറ്റ്. അതായത് പ്രിഫറൻസ്, ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും ടാക്സും എല്ലാം കൊടുക്കുന്നതിന് മുമ്പുള്ള നെറ്റ് പ്രോഫിറ്റാണ് നമ്മളിവിടെ എടുക്കുക. നമ്മൾ മൊത്തം ഇട്ടിരിക്കുന്ന ക്യാപിറ്റലിൽ നമുക്ക് എത്ര റിട്ടേൺ വരും എന്നറിയാനാണ്. അതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിവിഡൻറ്റ് ഇതെല്ലാം കൊടുക്കുന്നതിന് മുമ്പുള്ള, ഇതെല്ലാം കൊടുക്കുന്നത് ബിഫോറാണ്, ഇതെല്ലാം കൊടുക്കുന്നതിന് മുമ്പുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ലോങ് ടേം ലോൺസ് എല്ലാം കൂടി എടുക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ലോങ് ടേം ലോൺസ് എന്ന് പറഞ്ഞാൽ അതും നമ്മൾ എന്തിനാണ്, നമ്മളെ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ് ആൻഡ് ലോങ് ടേം ഡെറ്റ് മൈനസ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്, അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഷെയർ ക്യാപിറ്റൽ എടുക്കും. ഈ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡിനകത്ത് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ, നമ്മുടെ ലോങ് ടേം ഡെറ്റ്, എക്സാമ്പിൾ ഡിബഞ്ചേഴ്സ്, ബാങ്ക് ലോൺ, നമ്മുടെ ലോങ് ടേം ഡെറ്റ് എടുക്കണം. പിന്നെ നമ്മുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ്, അപ്പോൾ ഇത്ര ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. എന്നിട്ട് അതിൽ നിന്ന് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് മൈനസ് ചെയ്യാം. മൈനസ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി അസറ്റ്സ് അല്ല. എക്സാമ്പിൾ പ്രിലിമിനറി എക്സ്പെൻസസ്. നമുക്ക് നമ്മുടെ കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്തപ്പോൾ കുറച്ച് എക്സ്പെൻസ് ഇൻകറായി. അത് നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ഹ്യൂജ് എമൗണ്ട് ആയതുകൊണ്ട് ഒറ്റയടിക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റായിട്ട് കാണിച്ചിരിക്കുകയാണ്, കുറേശ്ശെ ഓരോ ഇയറിൽ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി അത് അസറ്റ്സ് അല്ല, ബട്ട് നമ്മളത് അസറ്റായിട്ട് കാണിക്കും. അപ്പോൾ അത് മൈനസ് ചെയ്യുക. നമ്മുടെ ഷെയർ ക്യാപിറ്റൽ, ലോങ് ടേം ഡെറ്റ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് എല്ലാം ആഡ് ചെയ്തിട്ട് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. ഇത് നമ്മൾ ലയബിലിറ്റി സൈഡിൽ നിന്ന് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കാനാണ് ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. നമുക്ക് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് അസറ്റ് സൈഡിൽ നിന്നും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് അസറ്റ് സൈഡിൽ നിന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ്സ് പ്ലസ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഫിക്സഡ് അസറ്റ്സ് പ്ലസ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഇതാണ് നമ്മുടെ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മൾ അസറ്റ് സൈഡിൽ നിന്ന് കണ്ടുപിടിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിലുള്ള ഫോർമുല. ഓക്കെ, അപ്പോൾ ഈ റേഷ്യോ നമ്മൾ ഹയർ ആയിട്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് അത്രയും എഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഹയർ റേഷ്യോ ആണ് ബെറ്റർ. അപ്പോൾ ഹയർ റേഷ്യോ ഇസ് ബെറ്റർ. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയും നല്ലതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും.
ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഏർണിംഗ് പെർ ഷെയർ. ഒരു ഷെയറിന് നമുക്ക് ഏർണിങ്സ് എത്ര വരുന്നുണ്ട്, അതാണ് ഏർണിംഗ് പെർ ഷെയർ. അപ്പോൾ ഈ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് വരെയുള്ള റേഷ്യോസ് നമ്മൾ പെർസെൻറ്റേജിലാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് വരെയുള്ള റേഷ്യോസ് നമ്മൾ പെർസെൻറ്റേജിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആ റേഷ്യോ നമ്മളിപ്പം പഠിച്ച റേഷ്യോ എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അത് നമ്മൾ പെർസെൻറ്റേജിലാണ് എടുക്കുന്നത്. അതായത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ആൻഡ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. അപ്പം ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ നോക്കുമ്പോൾ ഈ ആദ്യത്തെ 3 എണ്ണം വരെയുള്ളത് നമ്മൾ പെർസെൻറ്റേജിലാണ് കാണുന്നത്. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏർണിംഗ് പെർ ഷെയർ ആണ്. ഏർണിംഗ് പെർ ഷെയറിനെ നമ്മൾ എന്ത് ചെയ്യും, റുപ്പീസിലാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ റേഷ്യോ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് റുപ്പീസിലാണ് ആൻസർ കിട്ടുന്നത്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഏർണിംഗ് പെർ ഷെയറിനെ നമ്മൾ EPS എന്നാണ് പറയുക. ഒരു ഷെയറിന്, ഒരു ഇക്വിറ്റി ഷെയറിന് എത്ര, ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് എത്ര ഏർണിങ്സ് കിട്ടുന്നു, അപ്പോൾ അതാണ് ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് net profit available to equity shareholders divided by number of equity shares issued, divided by number of equity shares issued, number of equity shares issued. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയാം. നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ്. അതെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ്, ലോങ് ടേം ലോൺസിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞ്, ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട്, അതേപോലെ ഇൻകം ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞ്, അത് മാത്രമല്ല പ്രിഫറൻസ് ഡിവിഡൻറ്റും കൊടുത്തു കഴിഞ്ഞിട്ടുള്ള, അപ്പോൾ എല്ലാ ഔട്ട്സൈഡ് പേയ്മെൻറ്റ്സ് എല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള നെറ്റ് പ്രോഫിറ്റാണ് നമ്മൾ ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. ഏർണിംഗ് പെർ ഷെയറിൻ്റെ ഫോർമുല നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ്. അപ്പോൾ എത്ര ഇക്വിറ്റി ഷെയർസ് നമ്മൾ ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ അത് വേണം നമ്മൾ ഡിനോമിനേറ്ററിൽ എടുക്കാനായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഏർണിംഗ് പെർ ഷെയർ. അപ്പോൾ ഒരു ഷെയറിന്, ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ എത്ര ഏർണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തോരം ഏർണിങ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കമ്പനിക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നും കൂടെ ഈ EPS നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇനി നെക്സ്റ്റ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ, അടുത്ത റേഷ്യോ ആണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ. പ്രൈസ് ഏർണിംഗ് റേഷ്യോയെ നമ്മൾ P റേഷ്യോ എന്നും പറയും. പ്രൈസ് ഏർണിംഗ് റേഷ്യോ 5th റേഷ്യോ ആണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ. അപ്പോൾ നമ്മൾ P റേഷ്യോ എന്നും പറയും. അതിൻ്റെ ഫോർമുല മാർക്കറ്റ് പ്രൈസ് പെർ ഇക്വിറ്റി ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. മാർക്കറ്റ് പ്രൈസ് പെർ ഇക്വിറ്റി ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഇക്വിറ്റി ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. അപ്പോൾ ഈ പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത് എത്ര ടൈംസ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ടൈംസിലാണ് ആൻസർ കിട്ടുന്നത്, എത്ര പ്രാവശ്യം, അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇതിൻ്റെ ടൈംസിലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏർണിംഗ് പെർ ഷെയർ നമുക്ക് ആൻസർ റുപ്പീസിലാണ് കിട്ടുന്നത്. പ്രൈസ് ഏർണിംഗ് റേഷ്യോ നമുക്ക് ടൈംസിലാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ.